ഇവളെവിടേക്ക് ഈ അന്തം വിട്ട് നോക്കണേന്നറിയോ? ഈ അച്ഛനും മോളും കൂടെ ഞാനും രാത്രി ഒരു ചെറിയ കറക്കത്തിന് ഇറങ്ങിയിരിക്കാം. കുന്നംകുളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള അടുപ്പൂട്ടി പള്ളി പെരുന്നാളിന്. എൻ്റെ 10 വയസ്സ് വരെ അടുപ്പുട്ടി സ്കൂളിൻ്റെ മുന്നിലുള്ള ടെലിഫോൺസിൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നീട് അച്ഛന് പ്രൊമോഷൻ കിട്ടിയിട്ട് ഗുരുവായൂർക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ താമസവും മാറി. അന്നൊക്കെ പെരുന്നാൾ കണ്ടിരുന്നത് ആ ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ കയറിയിട്ട് വളരെ രാജകീയ ഭാവത്തിലായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ്റെ കൈപിടിച്ച് ഞാൻ വന്നിരുന്ന പെരുന്നാളിന് ഇന്ന് എൻ്റെ മകള് അവളുടെ അച്ഛൻ്റെ തോളത്തേറി വന്നപ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. പുണ്യാളിന് നന്ദി. അന്നൊക്കെ രാവിലെ എണീറ്റ നേരെ പോണത് ടെറസിലേക്കാണ്. പിന്നെ പള്ളിയൊക്കെ നോക്കി അവിടെ വരുന്നവരെയും കണ്ട് പുണ്യാളിനോട് ഓരോ കുശലൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കും. 10-30 ആനയും സിനിമാ പാട്ട് മെലഡി സോങ് വരെ ബാൻഡ് സെറ്റിൽ വായിക്കണ ചേട്ടന്മാരും എല്ലാം കൊണ്ട് വളരെ തകൃതിയായിട്ട് നടക്കണ എൻ്റെ സ്വന്തം പെരുന്നാൾ. ഇന്നും പെരുന്നാളിൻ്റെ പൊലിമ കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. ചെറുപ്പത്തിലെ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ വരുമ്പോൾ, അമ്മ വഴക്ക് പറയുമ്പോൾ, പരീക്ഷാ പേപ്പർ കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഒരു വലിയ ടെൻഷനൊക്കെ വരുമ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ആ കുരിശുപള്ളി നോക്കി ഞാൻ പ്രാർത്ഥിക്കും, പുണ്യാളാ കാത്തോണേ. പുണ്യാളിന് ആ പ്രാർത്ഥന കേൾക്കാറുണ്ട് കേട്ടോ, എന്നെ കാത്തുരക്ഷിക്കാറുണ്ട്. ഈ കുരിശുപള്ളിയിൽ നേർച്ചയിട്ടിട്ടേ അന്ന് എവിടെയും പോകുമായിരുന്നുള്ളൂ. വളരെ സന്തോഷമായിട്ടുള്ളൊരു കാലം. അപ്പം ശരി, ടാറ്റ.